നിലമ്പൂർ വഴിക്കടവ് വെള്ളക്കെട്ടയിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി അനന്തു മരിച്ചതിൽ ആരോപണങ്ങൾ KSEB തള്ളിക്കളയുന്നു. KSEBയുടെ അനുമതിയോടെയുള്ള ഫെൻസിംഗ് എന്ന ആരോപണം തെറ്റെന്നും ഉദ്യോഗസ്ഥർ 24നോട്. കെണി ഒരുക്കിയവർ വൈദ്യുതി ലൈനിൽ നിന്ന് നേരിട്ട് മോഷ്ടിക്കുകയായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ. KSEBക്ക് ഇതിങ്ങനത്തെ ഒരു കാര്യങ്ങളും KSEB ആയിട്ട് ബന്ധമില്ല. ഇത് 100% വൈദ്യുതി മോഷണത്തിൻ്റെ ഒരു പരിധിയിലാണിത് വരിക. വൈദ്യുതി മോഷ്ടിച്ച് അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള ഫെൻസിങ്ങിലേക്ക് വൈദ്യുതി കൊടുത്തിട്ടാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളത് പരാതി കൊടുക്കുന്നുണ്ട്, പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. തുടർ നടപടികൾ അത് അന്വേഷിക്കേണ്ടത് പോലീസാണ്. പോലീസ് അത് അന്വേഷണ നടപടി സ്വീകരിക്കും. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. KSEBക്ക് ഇക്കാര്യത്തിൽ വീഴ്ചയില്ല. മുഴുവൻ ലൈനും ഇൻസുലേറ്റഡായ ലൈൻ കേരളത്തിൽ ഇല്ല എന്നാണ് KSEB പറയുന്നത്. സുഹൈൽ മുഹമ്മദ് വഴിക്കടവ് വെള്ളക്കെട്ടയിൽ നിന്നും തത്സമയം ചേരുകയാണ്. സുഹൈൽ, KSEBക്ക് ഇതിൽ ഉത്തരവാദിത്വമില്ല, അവരുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. ഈ അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് KSEB ആദ്യം ആരോപണ മുനയിൽ നിർത്തുന്നത് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്തായിരുന്നു. അതായത് KSEB അതായത് ഇത്തരത്തിലൊരു ഫെൻസിംഗ്, അനധികൃത ഫെൻസിംഗ് പ്രവർത്തിക്കാനാകില്ല എന്നാണ് ആര്യടൻ ഷൌക്കത്ത് ആരോപണം ഉന്നയിച്ചത്. അതോടുകൂടി വനംവകുപ്പിനോടൊപ്പം KSEB ഈ വിഷയത്തിൽ ഈ കുറ്റക്കാരെന്ന രീതിയിൽ ആരോപണ മുനയിലായിരുന്നു. അപ്പോൾ നമുക്ക് KSEBയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം ഇത് കൃത്യമായി പറഞ്ഞാൽ ഒരു കുറ്റകൃത്യമാണ്. ഈ വൈദ്യുതി ലൈനിൽ നിന്ന് ആരും അറിയാതെ രാത്രി സമയങ്ങളിൽ ലൈൻ കമ്പി വെച്ച് വൈദ്യുതി മോഷ്ടിക്കുന്ന ഒരു സ്ഥിതിയാണ് അവിടെ ഉണ്ടായത്. ഇത്തരത്തിൽ മോഷ്ടിച്ച വൈദ്യുതി കമ്പി തട്ടിയാണ് അനന്തുവിന് ജീവൻ നഷ്ടമായത് എന്നാണ് KSEB വിശദീകരിക്കുന്നത്. എന്നാലും കൂടുതൽ ചോദ്യങ്ങൾ KSEBക്ക് ഉയരുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ ഒരു 6-7 മാസം മുമ്പൊക്കെ സമാനമായ രീതിയിൽ ഈ KSEBയിൽ നിന്ന് വൈദ്യുതി മോഷ്ടിച്ചുകൊണ്ട് പന്നിക്ക് കെണിയൊരുക്കുന്നുവെന്ന പരാതി പലതവണ ഈ പ്രദേശവാസികൾ ഉയർത്തിയതാണ്. അപ്പോഴൊന്നും കൃത്യമായി പരിശോധന ഇൻസ്പെക്ഷനോ KSEB നടത്തിയിട്ടില്ല എന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഈ ആരോപണത്തിന് KSEB നൽകുന്ന മറുപടി പകൽ സമയങ്ങളിൽ ഓഡിറ്റിംഗ് ഇൻസ്പെക്ഷൻ നടത്തും, രാത്രി സമയങ്ങളിൽ ഇത് സാധിക്കില്ല, അതിനനുസരിച്ചുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് ഒന്നും KSEBയിൽ ഇല്ല, അതിനപ്പുറം ഒരു വനമേഖലയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാത്രി സമയങ്ങൾ ഏകദേശം ഇരുട്ടായി കഴിഞ്ഞാൽ, ആ പ്രദേശം നേരത്തെ നമ്മൾ കണ്ടപ്പോൾ മനസ്സിലാക്കിയ ചുറ്റുമൊന്നും വീടൊന്നുമില്ല, ഏകദേശം ഇരുട്ടായി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ പറയുന്ന സാമൂഹ്യ ദ്രോഹികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ പന്നിയെ കെണിവെച്ച് വെച്ച മാംസം വിൽക്കുന്ന ആളുകൾ ഇരുട്ടായി കഴിഞ്ഞാലാണ് ഇത്തരത്തിൽ കെണി ഒരുക്കുന്നത്. വൈദ്യുതിയിൽ നിന്നും മെയിൻ ഇലക്ട്രിക് പോസ്റ്റിന് വൈദ്യുതി മോഷ്ടിക്കുന്നത്. ഏകദേശം പുലർച്ചയോടുകൂടി തന്നെ വൈദ്യുതി കമ്പി എടുത്തു മാറ്റുകയും ചെയ്യും. ഇതുകൊണ്ട് തന്നെ KSEBയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ല എന്ന് പറയുന്നു. ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണാൻ പറ്റുന്നത് ഇത്തരത്തിൽ KSEBയുടെ ലൈനുകൾ ടോട്ടലായി ഇൻസുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തേർഡ് പാർട്ടിക്ക് അവിടെ നിന്ന് വൈദ്യുതി എടുക്കാൻ പറ്റില്ല. ഈ ഒരു സ്ട്രാറ്റജി വേണമെങ്കിൽ KSEBക്ക് പരിശോധിക്കാം. നിലവിൽ ഈ ഭാഗത്തേക്ക് 95% ലൈനുകളും സമാനമായ രീതിയിൽ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ചില ഭാഗങ്ങൾ മാത്രമാണ് ഇൻസുലേറ്റ് ചെയ്യാത്തത്. ഈ ഇൻസുലേറ്റ് ചെയ്യാത്തിടത്ത് നിന്നാണ് നിലവിൽ വൈദ്യുതി മോഷണം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് LDF സ്ഥാനാർത്ഥി M സരോജിനോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ 100% ഇൻസുലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വൈദ്യുതി ലൈനുകളൊന്നും കേരളത്തിൽ എവിടെയുമില്ല, അത് സാധ്യവുമല്ല. പിന്നെ അതുപോലെ തന്നെ ഈ രാത്രികാലങ്ങളടക്കം പരിശോധന KSEBയുടെ ഭാഗത്തേക്ക് ഉണ്ടാകണമെങ്കിൽ അതനുസരിച്ചുള്ള മാനവവിഭവശേഷിയും KSEBക്ക് ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് വനംവകുപ്പിനോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ വനംവകുപ്പിനോടൊപ്പം തന്നെ ഈ ആരോപണത്തിൽ നിന്ന് KSEBക്കെതിരെ ഇത്തരത്തിൽ രൂക്ഷ വിമർശനം ഉണ്ടാവുന്നു. ഒന്ന്, കൃത്യമായ പരിശോധന ഓഡിറ്റുകൾ നടത്തുന്നില്ലേ, 2, ഇൻസുലേറ്റഡ് വയർ ടോട്ടലായി ചെയ്യുന്നില്ലേ. ഇത്തരം ആരോപണങ്ങളെല്ലാം KSEB തള്ളുകയാണ്. അവരുടെ പണി അവർ കൃത്യമായി ചെയ്തിട്ടുണ്ടെന്ന വിശദീകരണമാണ് KSEB നൽകുന്നത്.